ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളായി നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ ഭയങ്കര തിരക്കിലായിരുന്നു. ഒരു പ്രൊജക്റ്റിൻ്റെ പിന്നാലെയായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കുകളൊക്കെ ഞാൻ ഏറെക്കുറെ തീർത്തു. അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇനി യൂട്യൂബിൽ വീഡിയോസൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗിറ്റ്ഹബിൻ്റെ ട്യൂട്ടോറിയൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പിന്നെ അതിന് അപ്ഡേഷനായിട്ടുള്ള വീഡിയോസൊന്നും എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ ഒരു പ്രൊജക്റ്റായിട്ട് തിരക്കായിരുന്ന കാരണം കൊണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിറ്റബിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കമാൻഡ്സ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് ഒക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഗിറ്റ് എന്താ പറയുക, നമ്മൾ ഈ പ്രൊജക്റ്റ് കഴിഞ്ഞിട്ടായിരിക്കും ചിലർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഗിറ്റൊക്കെ കോൺഫിഗർ ചെയ്തിട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നന്നാവുക. അപ്പോൾ നമുക്ക് ബേസിക് ഫസ്റ്റ് മുതൽ നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് നമുക്കൊരു ഗിറ്റബിൻ്റെ റെപ്പോസിറ്ററി സ്റ്റാർട്ട് ചെയ്യുക? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ ഗിറ്റബിലോട്ട് പോവുക. ഗിറ്റബിലോട്ട് പോയിട്ട് അവിടെ ന്യൂ റെപ്പോസിറ്ററീസ് എന്ന് പറഞ്ഞ് കാണും. അപ്പോൾ അവിടെ നിന്ന് ഒരു ന്യൂ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ക്രിയേറ്റ് ന്യൂ റെപ്പോസിറ്ററി എന്ന് പറഞ്ഞിട്ടുള്ള ഇത് നമുക്ക് അതിൻ്റെ പേജിലോട്ട് പോവും. അപ്പോൾ നമ്മളവിടെ ഇവിടെ റെപ്പോസിറ്ററി നെയിം എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ അവിടെ എന്താണോ നമുക്ക് റെപ്പോസിറ്ററിക്ക് പേര് കൊടുക്കേണ്ടത് ആ പേര് കൊടുക്കുക. കമാൻഡ്സ് ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ട് ഞാനിതിന് പേര് കൊടുക്കുകയാണ്. ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഞാനിവിടെ മേക്കിംഗ് യൂട്യൂബ് കണ്ടൻറ്റ് വീഡിയോ ഞാനിപ്പോൾ മേക്കിംഗ് യൂട്യൂബ് കണ്ടൻറ്റ് വീഡിയോ എന്ന് ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. നിങ്ങൾക്കത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾക്കത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റീഡ്മി ഫയൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റീഡ്മി ഫയലിൻ്റെ ഇത് ടിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഗിറ്റ് ഇഗ്നോർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഗിറ്റ് ഇഗ്നോർ നമുക്കിത് കൊടുക്കുക. അതായത് നമ്മൾ നോഡിൻ്റെയൊക്കെയാണ് പ്രൊജക്റ്റ്, നിങ്ങൾ എന്തിലാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഇഗ്നോർ ആയത് നമുക്ക് അതിൻ്റെ സീക്രട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്ക് അതൊന്നും ഗിറ്റിലോട്ട് പുഷ് ആവാതിരിക്കാനാണ് ഗിറ്റ് അത് പുഷ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഇഗ്നോർ ചെയ്ത് കളയും. അതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് ഇഗ്നോർ ആയി പോകും. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഏതാണ് നിങ്ങൾ ചെയ്യുന്നത് അതിന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. ഞാനിപ്പോൾ അതൊന്നും കൊടുക്കുന്നില്ല. നോഡിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നോഡ് കാണും. നിങ്ങൾ പൈത്തണിലാണെങ്കിൽ പൈത്തൺ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഡിഫോൾട്ടായിട്ടുള്ള ഗിറ്റ് ഇഗ്നോറിൻ്റെ ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒന്നും കൊടുക്കുന്നില്ല. വേറെ ഒന്നും ചെയ്യാതെ നേരെ ക്രിയേറ്റ് റെപ്പോസിറ്ററി എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അവിടെ ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ആയി. ഗിറ്റ് കമാൻഡ്സ് ട്യൂട്ടോറിയൽസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇതിൽ ഗിറ്റിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അത് നമുക്കത് കറക്റ്റ് ചെയ്യാം. അത് നിങ്ങൾക്ക് വേറൊരു ട്യൂട്ടോറിയലായിട്ട് തന്നെ ഗിറ്റിൻ്റെ നമ്മളുടെ റെപ്പോസിറ്ററിയുടെ നെയിമൊക്കെ കറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറൊരു ഭാഗത്ത് ഞാനത് പറഞ്ഞു തരാം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ റെപ്പോസിറ്ററിയെ നമ്മൾ ആദ്യം കോപ്പി ചെയ്യുക, ക്ലോൺ ചെയ്യാൻ വേണ്ടി നമ്മുടെ ലോക്കലായിട്ടുള്ളത് ഇപ്പോൾ റിമോട്ട് റെപ്പോസിറ്ററി ആണ് അല്ലേ, റിമോട്ടിലാണ് കിടക്കുന്നത്, ക്ലൗഡിലാണ് കിടക്കുന്നത്. അതിന് നമ്മുടെ ലോക്കലായിട്ടുള്ള നമ്മുടെ മെഷീനിലേക്ക് ആദ്യം കൊണ്ടുവരണം. എന്നിട്ട് അതിൽ വർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് വേണം നമ്മൾ റിമോട്ടിലോട്ട്, അതായത് ക്ലൗഡിലായിട്ട് ഈ കിടക്കുന്ന ഈ റിമോട്ട് റെപ്പോസിറ്ററിയിലോട്ട് നമ്മൾ പുഷ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇത് കോപ്പി ചെയ്യുക. ഈ ഗിറ്റ് ക്ലോൺ ചെയ്യാനുള്ള ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് URL വെബ് URL യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലോൺ ചെയ്യുക. അപ്പോൾ ആ വെബ് URL അവിടെ നിന്ന് കോപ്പി ചെയ്തെടുത്തു. ഇവിടെ കണ്ട കോപ്പി URL ടു ക്ലിപ്പ് കോഡ് എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ അവിടെ കോപ്പി ചെയ്ത് കൊടുക്കുക. കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണോ ഫയൽ ലൊക്കേഷൻ ആവശ്യമുള്ളത് ആ ഫയൽ ലൊക്കേഷനിൽ പോയിട്ട് ഇപ്പോൾ ഞാൻ കോഡിങ് എടുക്കുന്നു. കോഡിങ് എടുത്തിട്ട് ഇവിടെ നിന്ന് നേരെ നമ്മൾ ഇവിടെ നിന്ന് നേരെ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ടെർമിനൽ ഓപ്പൺ ചെയ്ത ശേഷം കമാൻഡ് നിങ്ങൾക്ക് ഗിറ്റ് ക്ലോൺ എന്താണോ നിങ്ങളുടെ ആ URL അവിടെ നിന്ന് കോപ്പി ചെയ്തത് അതവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് എൻ്റർ കൊടുക്കുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ
അവിടെ അത് ക്ലോൺ ആവുന്നത് കാണാം. അപ്പോൾ ആ പാക്കേജ് അവിടെ ക്ലോണായി. ഇനി നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫയൽ കണ്ട ഗിറ്റ് കമാൻഡ്സ് ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഫയൽ ഇവിടെ കണ്ടു. ഇനി ജസ്റ്റ് അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ നിന്ന് നമ്മൾ VS കോഡ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ വിത്ത് കോഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് നേരെ VS കോഡ് ഓപ്പൺ ചെയ്തിടുക. ഇനി ഇവിടെ VS കോഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ റീഡ്മി ഫയലുണ്ട്. വേറൊരു ഫയൽ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. test1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതിൽ ജസ്റ്റ് ഹലോ കൺസോൾ ലോഗ് ഹലോ വേൾഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എനിക്ക് റിമോട്ടായിട്ടുള്ള റെപ്പോസിറ്ററിയിലോട്ട് പുഷ് ചെയ്യണം. ഇതാണ് എൻ്റെ ആദ്യത്തേത്, ഒരു ഹലോ വേൾഡിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇത്. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ ടിൽഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് എന്ത് കാണാൻ കഴിയും, നമ്മുടെ ടെർമിനൽ കാണാൻ കഴിയും. എന്നിട്ട് ഗിറ്റ് സ്റ്റാറ്റസ് ആദ്യം ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാറ്റസ് കാണാൻ കഴിയും. ഇപ്പോൾ സ്റ്റാറ്റസ് നമുക്ക് നോക്കുമ്പോൾ ഇവിടെ കാണാൻ കഴിയും, കണ്ടില്ലേ? ഇത് നമ്മുടെ ബ്രാഞ്ച് ഏതാണെന്ന് കണ്ടു. അതുപോലെ തന്നെ അൺട്രാക്ക്ഡ് ആയിട്ടുള്ള ഫയലുകൾ ഏതാണെന്ന് ഇവിടെ കാണിച്ചു. റെഡ് കളറിൽ കാണുന്നത് കണ്ടില്ലേ? അപ്പോൾ ഇതിന് നമ്മൾ സ്റ്റേജ് ചെയ്തിട്ടില്ല, ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് ആദ്യം സ്റ്റേജ് ചെയ്യണം. സ്റ്റേജ് ചെയ്ത ശേഷമാണ് നമ്മൾ കമ്മിറ്റ് ചെയ്യുക. കമ്മിറ്റ് ചെയ്ത ശേഷം നമ്മൾ നേരെ റിമോട്ടിലോട്ട് പുഷ് ചെയ്യും. ഇങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്പുകൾ വരുന്നത്. അപ്പോൾ ഇത് ഈ ഫയലിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മളൊരു കമ്പനി ലെവലിലൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് ഒരു പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ ആദ്യം അതിൻ്റെ വർക്ക് ഫ്ലോ എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം ഗിറ്റിൻ്റെ വർക്ക് ഫ്ലോ അനുസരിച്ച് ഒരു ഗിറ്റിന് ആദ്യത്തെ ഒരു മെയിൻ ബ്രാഞ്ച് ഉണ്ടായിരിക്കും. ഇപ്പം നമ്മൾ നിൽക്കുന്നത് മെയിൻ ബ്രാഞ്ചിലാണ്. നമ്മളുടെ ഇവിടെ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ക്ലോൺ ചെയ്യുമ്പോൾ മെയിൻ ബ്രാഞ്ചിലായിരിക്കും നമ്മൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു ബ്രാഞ്ച് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഡെവലപ്പ് ബ്രാഞ്ചിലായിരിക്കും നമ്മളെപ്പോഴും നമ്മളുടെ ഫീച്ചറുകളും നമ്മുടെ ആ ഒരു പ്രൊജക്റ്റ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ഈ ഡെവലപ്പ് ബ്രാഞ്ചിൽ നിന്ന് നമുക്ക് വേറൊരു ബ്രാഞ്ച് ഉണ്ടാകും. നമുക്ക് എന്തെങ്കിലും ഫീച്ചറൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആ ഡെവലപ്പിൽ നിന്ന് നമ്മൾ ബ്രാഞ്ച് എടുത്തിട്ടാണ് നമ്മളൊരു ഫീച്ചർ ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യാൻ പോകണം. ആ പ്രൊജക്റ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു മെയിൻ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്ത് ആ ബ്രാഞ്ചിൽ നിന്ന് നമ്മൾ ഒരു ഡെവലപ്പ് ബ്രാഞ്ച് ചെയ്യും. നമ്മൾ ആ പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രാഞ്ച്, അതാണ് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ മെയിൻ ബ്രാഞ്ച്. മെയിൻ ബ്രാഞ്ച് അല്ല, നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഡെവലപ്പേഴ്സിൻ്റെ മെയിൻ ബ്രാഞ്ച്. ആ ബ്രാഞ്ചിലാണ് നമ്മൾ എപ്പോഴും വർക്കുകളൊക്കെ ചെയ്യുള്ളൂ. മെയിൻ ബ്രാഞ്ചിൽ ഒരിക്കലും നമ്മൾ വർക്ക് ചെയ്യില്ല. അതായത് എപ്പോഴെപ്പോഴും മെയിൻ ബ്രാഞ്ചിലോട്ട് നമ്മൾ റിലീസാണ് ചെയ്യുക. നമ്മൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഒക്കെ സെറ്റായ ശേഷം അതിനെ നമ്മൾ മെയിൻ ബ്രാഞ്ചിലോട്ട് ഇട്ട് അവിടെ നിന്നാണ് നമ്മൾ നേരെ പ്രൊഡക്ഷനിലോട്ട് പോവുക. അപ്പോൾ ഈ ഡെവലപ്പിംഗ് ബ്രാഞ്ചിൽ നിന്ന് നമ്മൾ എന്താക്കും, കണ്ടില്ലേ? ഫീച്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഫീച്ചർ ചെയ്യുമ്പോൾ ആ ഫീച്ചർ ബ്രാഞ്ചിനെ നമ്മൾ അതിനൊരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്ത് ആ ബ്രാഞ്ചിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്ത് പോവുക. അങ്ങനെയാണ് ആ ഗിറ്റിൻ്റെ ഒരു ഫ്ലോ വരുന്നത്. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, ഇതിനിപ്പോൾ മെയിൻ ബ്രാഞ്ചാണ്. ഇപ്പോൾ ഗിറ്റ് ബ്രാഞ്ച് ഏതാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ കാണാം, ഗിറ്റ് ബ്രാഞ്ച്.
കണ്ടില്ലേ? ഗിറ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞപ്പോൾ ഇത് നമ്മുടെ മെയിൻ ബ്രാഞ്ചിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാം. ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗിറ്റ് പുതിയ ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗിറ്റ് ചെക്കൗട്ട് -b ബ്രാഞ്ചിന് നമ്മൾ കൊടുക്കാൻ പോകുന്ന പേര് ഇപ്പം ഞാനിപ്പോൾ എന്താണ് ഡെവലപ്പ് ബ്രാഞ്ചാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഡെവലപ്പ് എന്ന് കൊടുത്തു. അപ്പോൾ നമ്മളിപ്പോൾ ഏതായി നമ്മുടെ ബ്രാഞ്ച് ഡെവലപ്പ് ബ്രാഞ്ചിലോട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി വന്നു. കണ്ടില്ലേ? ഇനി നമ്മൾ ഇവിടെ ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് നോക്കുകയാണ്. ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരെണ്ണം അൺട്രാക്ക്ഡ് ഫയലായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മളൊരു ഈ ഗിറ്റ് ചെക്കൗട്ട് -b ഡെവലപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് തിരിച്ച് മെയിൻ ബ്രാഞ്ചിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഗിറ്റ് ചെക്കൗട്ട് മെയിൻ എന്ന് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ തിരിച്ച് മെയിൻ ബ്രാഞ്ചിലോട്ട് പോയി. അതല്ല നമുക്കിനി തിരിച്ച് നമ്മളിപ്പോൾ ഡെവലപ്പ് ബ്രാഞ്ചിലോട്ട് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ, അതായത് ബ്രാഞ്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ വേണ്ടിയിട്ട് ഗിറ്റ് ചെക്കൗട്ട് മാത്രം കൊടുത്താൽ മതി. ഗിറ്റിൽ നമുക്ക് പുതിയ ബ്രാഞ്ച് കൊടുക്കുകയാണെന്ന് ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ബ്രാഞ്ചിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഗിറ്റ് -b ആ ബ്രാഞ്ച് ഏതാണോ ആ ബ്രാഞ്ച് പുതിയ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഗിറ്റ് നമുക്ക് എല്ലാ ബ്രാഞ്ചുകളും ഒന്ന് കാണണം. അപ്പോൾ ഗിറ്റ് ചെക്കൗട്ട് ഗിറ്റ് ബ്രാഞ്ച് -all എന്നടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബ്രാഞ്ചുകളൊക്കെ കാണാൻ കഴിയും. നമുക്ക് -help അടിച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വെറുതെ നമ്മൾ ഗിറ്റ് ബ്രാഞ്ച് എന്ന് മാത്രം അടിച്ചാൽ മതി. ഗിറ്റ് ബ്രാഞ്ച് സോറി, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഏതൊക്കെ ബ്രാഞ്ചുകളുണ്ട് ആ ബ്രാഞ്ചുകളൊക്കെ കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടെ സ്റ്റാർ കാണുന്നില്ലേ, നമ്മൾ മെയിൻ ബ്രാഞ്ചിലാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് തിരിച്ച് ഈ ഡെവലപ്പ് ബ്രാഞ്ചിലോട്ട് പോകണം. ഗിറ്റ് ചെക്കൗട്ട് ഡെവലപ്പ്. അപ്പോൾ നമ്മൾ ഡെവലപ്പ് ബ്രാഞ്ചിലോട്ട് സ്വിച്ച് ചെയ്തു. ഇനി നമുക്ക് ഈ ചെയ്തത് നമുക്ക് പുഷ് ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ ഇതുവരെ പുഷ് ചെയ്തിട്ടില്ല. അപ്പോൾ വെറുതെ ഗിറ്റ് പുഷ് കൊടുത്താൽ മതി. ഗിറ്റ്, അതായത് നമ്മൾ ഇപ്പോൾ ഈ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തു. ഈ ബ്രാഞ്ച് നിൽക്കുന്നത് ഇപ്പോൾ നമ്മുടെ ലോക്കലിൽ മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. ആ റിമോട്ട് റെപ്പോസിറ്ററിലോട്ട് ആയിട്ടില്ല. അപ്പം ജസ്റ്റ് ഗിറ്റ് പുഷ് അടിച്ചു കഴിഞ്ഞാൽ അപ്സ്ട്രീം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, സോറി. അപ്പോൾ ഗിറ്റ് പുഷ് -set ആ കമൻറ്റ് അവിടെ നിന്ന് കോപ്പി ചെയ്തെടുത്തിട്ട് ജസ്റ്റ് അത് പേസ്റ്റ് ചെയ്തിട്ട് റൺ ചെയ്താൽ മതി. ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കുന്നു. എൻ്റർ. ഇപ്പോൾ ആ ന്യൂ ബ്രാഞ്ച് നമുക്ക് അവിടെ കാണാം.
നമ്മൾ ആ റിമോട്ട് റെപ്പോസിറ്ററിലോട്ട് നമ്മളവിടെ ഇട്ടു. നമുക്ക് അതിനവിടെ പോയി ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡെവലപ്പ് ബ്രാഞ്ച് ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഡെവലപ്പ് ബ്രാഞ്ചും കിടക്കുന്നുണ്ട്. മെയിൻ ബ്രാഞ്ച്, ഡെവലപ്പ് ബ്രാഞ്ച്. ഇനി നമ്മൾ ഈ ചെയ്തതിനെ നമ്മൾ എന്താക്കാണ് പുഷ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഗിറ്റ് സ്റ്റാറ്റസ് നമുക്ക് ചെക്ക് ചെയ്യാം. ഗിറ്റ് സ്റ്റാറ്റസ് അപ്പോൾ അൺട്രാക്ക്ഡ് ഫയൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഗിറ്റ് അതിനെ നമ്മൾ സ്റ്റേജ് ചെയ്യാൻ പോവാണ്. ഈ സ്റ്റേജ് ചെയ്യണ സമയത്ത് ഗിറ്റ് ആഡ് എന്താണോ ഫയൽ, ആ ഫയലിൻ്റെ പേര് കൊടുക്കുക. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ആഡ് ചെയ്യാം. ഇപ്പോൾ ഒരു ഫയൽ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഏതാണോ ഫയൽ, ആ ഫയലിൻ്റെ പേര്. അതല്ല, നമുക്ക് ഒരുപാട് ഫയലുകളിൽ നമ്മൾ വർക്ക് ചെയ്യണ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓരോ ഫയലിൻ്റെയും പേര് നമുക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സാധാരണ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗിറ്റ് ആഡ് സ്പേസ് വെറുതെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. എല്ലാ സാധനങ്ങളും ഞാൻ സ്റ്റേജ് ചെയ്യുകയാണെന്നുള്ളത്. അപ്പോൾ ഗിറ്റ് ആഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഗിറ്റ് ആഡ്, അപ്പോൾ കണ്ടില്ലേ, ഗിറ്റിനെ ഇവിടെ സ്റ്റേജ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. കണ്ടില്ലേ? നമുക്ക് കമാൻഡ് ലൈനിൽ അത് GUI ആണ്. അതായത് നമുക്കത് ഗ്രാഫിക്കൽ ഇൻ്റർഫേസ് ആണ്. നമുക്ക് എന്താക്കാം, കമാൻഡിലൂടെ എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കാം. ഗിറ്റ് കുറച്ചും കൂടി വൃത്തിക്ക് കാണുന്നുണ്ടെങ്കിൽ ടെർമിനൽ യൂസ് ചെയ്യുന്നതായിരിക്കും നന്നാവുകയെന്ന് തോന്നുന്നു. ഓക്കെ, ഇതിന് കുറച്ചും കൂടി വൃത്തിക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇതിൽ ചെയ്യുകയാണ്. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. ഗിറ്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാണ്. ഇപ്പോൾ കണ്ടില്ലേ, ആ ഫയൽ മാത്രം ഇവിടെ എന്തായിട്ടുണ്ട്, ആ ഫയലിന് ഇവിടെ ചേഞ്ചസ് ടു ബി കമ്മിറ്റഡ്, അതായത് സ്റ്റേജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫയലിന്, ന്യൂ ഫയലിനെ ഇതിന് സ്റ്റേജ് ചെയ്തു. ഇനി നമുക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ റീസ്റ്റോർഡ് ഈ ഫയലിൻ്റെ നെയിമും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അൺസ്റ്റേജ് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ ഇപ്പോൾ സ്റ്റേജ് ചെയ്യില്ല, നമ്മൾ അതായത് അൺസ്റ്റേജ് ചെയ്യുന്നില്ല, നമ്മൾ നേരിട്ട് പുഷ് ചെയ്യാൻ പോകണം. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മിറ്റ് മെസ്സേജ് വേണം. ഇപ്പോൾ സ്റ്റേജ് ചെയ്തു, ഇനി അതിനുശേഷം കമ്മിറ്റിനൊരു മെസ്സേജ് വേണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിറ്റ് കമ്മിറ്റ് -m, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണോ കമ്മിറ്റ് മെസ്സേജ് അത് ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എഴുതി കൊടുക്കുക. ഇപ്പോൾ ഞാൻ ടെസ്റ്റ് ഫസ്റ്റ് കമ്മിറ്റിന് കൊടുക്കുന്നു. എന്നിട്ട് കമ്മിറ്റ് മെസ്സേജ് ഞാൻ കൊടുത്തു, ജസ്റ്റ് എന്നിട്ട് അതിനെ എൻ്റർ അടിക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ആദ്യത്തേത് കമ്മിറ്റ് ആയിട്ടുണ്ട്. കമ്മിറ്റ് ചെയ്തത് നമ്മൾ ലോക്കലിയാണ് കമ്മിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി റിമോട്ട് റെപ്പോസിറ്ററിലോട്ട് പുഷ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഗിറ്റ് പുഷ് മാത്രം അടിച്ച് കൊടുത്താൽ മതി. ഗിറ്റ് പുഷ് അടിച്ചു കഴിഞ്ഞാൽ അത് ആ റിമോട്ട് റെപ്പോസിറ്ററിലോട്ട് പുഷായി. ഇങ്ങനെയാണ് നമ്മൾ ഗിറ്റ് നമുക്ക് ആ റിമോട്ടിലോട്ട് നമുക്ക് പുഷ് ചെയ്യണത്. ഇനി ഈ പുഷ് ചെയ്ത സാധനം നമ്മൾ അവിടെ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണ്ടേ. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കണ്ട റീഫ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡെവലപ്പർ ബ്രാഞ്ചിൽ test1.js എന്ന് പറഞ്ഞിട്ടുള്ള ഫയൽ വന്നിട്ടുണ്ട്. ആ ഫയൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ കൺസോൾ ലോഗും കാണാൻ കഴിയും. പക്ഷേ അതേസമയം നമ്മൾ മെയിൻ ബ്രാഞ്ചിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റീഡ് മീ ഫയൽ മാത്രമേ ഉള്ളൂ. അതിൽ വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഈ
ഡെവലപ്പർ ബ്രാഞ്ചിൽ നമുക്ക് എന്താണോ നമ്മൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണത് അല്ലെങ്കിൽ നമുക്ക് എന്താണോ ആവശ്യങ്ങൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത ശേഷം വൃത്തിയായ ശേഷമാണ് നമ്മൾ മെയിൻ ബ്രാഞ്ചിലോട്ട് അതിനെ പുഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുവരെ നമ്മൾ ഡെവലപ്പ് ബ്രാഞ്ചിലാണ് ചെയ്യുക. ഇനി ഈ ഡെവലപ്പിൽ നിന്ന് നമ്മൾ ഫീച്ചർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഫീച്ചറായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഡെവലപ്പിൽ നിന്ന് നമുക്ക് വീണ്ടും ഫീച്ചർ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മുടെ ഫീച്ചറിൽ വർക്ക് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് അതിൻ്റെ ഗിറ്റിൻ്റെ ഒരു ഫ്ലോ പോകുന്നത്. ഇപ്പം ഞാൻ ഡെവലപ്പ് ബ്രാഞ്ച് മാത്രം ക്രിയേറ്റ് ചെയ്തിട്ട് അതിലാണ് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്, പഠിപ്പിച്ചു തരാണല്ലോ. കറക്റ്റായിട്ട് ഉള്ള ഒരു ഫ്ലോ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിറ്റ് ഇപ്പം നമ്മളിവിടെ ആഡ് ചെയ്തു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഗിറ്റ് ഇവിടെ ആഡ് ആയി. ഇനിയിപ്പോൾ അതിനെ നമുക്കൊന്ന് കാണുന്നുണ്ടെങ്കിൽ ഗിറ്റ് സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ വേറെ ഒന്നുമില്ല, ക്ലീനാണ്, നത്തിങ്, വേറെ ഒരു ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ശരിയായിട്ടുണ്ട്. ഇനി ഗിറ്റിൻ്റെ ലോഗ് ചെക്ക് ചെയ്യാം. ഗിറ്റ് ലോഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് കണ്ടില്ലേ? ഈ ഗിറ്റ് ലോഗ് അടിച്ച് നോക്കുമ്പോൾ നമുക്ക് ഗിറ്റിൽ കമ്മിറ്റ് കാണാം, കമ്മിറ്റ് ഐ ഡി കാണാം, ഒരു വലിയൊരു ഐ ഡി കാണാം, നമ്മളുടെ ഹെഡ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്, നമ്മളുടെ ഹെഡ് എവിടെയാണ്, ഡെവലപ്പ് ബ്രാഞ്ചിലാണ്, ആ ഇതിൻ്റെ ബ്രാഞ്ചിൻ്റെ നെയിം കാണാം, ഒറിജിൻ ഡെവലപ്പ് എന്നുള്ള ബ്രാഞ്ചിൻ്റെ നെയിം കാണാം, ആരാണ് ഓദർ എന്ന് കാണാം, നമ്മളുടെ യൂസർ നെയിം, ഈ മെയിൽ ഐ ഡി കാണാം. ഇതാണ് എൻ്റെ യൂസർ ഐ ഡി, ഇതാണ് എൻ്റെ മെയിൽ. ഓക്കെ, പിന്നെ നമ്മൾ എന്നാണ് കമ്മിറ്റ് ചെയ്ത ഡേറ്റ്, നമ്മുടെ കമ്മിറ്റ് മെസ്സേജ്, ഇത്രയും കാര്യങ്ങൾ കാണാം. പിന്നെ നമുക്ക് ഒരുപാട് കമ്മിറ്റുകൾ, ഒരു വലിയ പ്രോജക്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കമ്മിറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇത്രയധികം ഡാറ്റാസ് ഒന്ന് നമുക്ക് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു ലിസ്റ്റാവും. അപ്പോൾ ഇത്രയും വലിയൊരു ലിസ്റ്റിൻ്റെ ആവശ്യം നമുക്ക് പലപ്പോഴും ആവശ്യം വരികയില്ല. നമുക്ക് അത്ര ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മൾ ഗിറ്റ് ഇങ്ങനെ എടുത്തിട്ട് കംപ്ലീറ്റ് വെരിഫൈ ചെയ്യുള്ളൂ. എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് ഷോർട്ടായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ, ബ്രീഫായിട്ട് നമുക്ക് ആവശ്യമുള്ള കണ്ടൻറ്റ് മാത്രം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമല്ലേ. അപ്പോൾ അതിനെപ്പോഴും യൂസ് ചെയ്യുന്നത് ഗിറ്റ് ലോഗ് -, 1 ലൈൻ ഉള്ള ഒരു കമാൻഡ് ഉണ്ട്, ഒരു ഫ്ലാഗ് ഉണ്ട്. നമ്മളെപ്പോഴും പറയുക ഫ്ലാഗ് എന്നാണ് പറയുക. അപ്പോൾ ഈ ഫ്ലാഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ആ 2 കമാൻഡ്സും അതിൻ്റെ ഗിറ്റ് കമ്മിറ്റിൻ്റെ ഐ ഡിയും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഷോർട്ടായിട്ട് നമുക്ക് എളുപ്പത്തിൽ വായിക്കാൻ പറ്റുന്ന രീതിയിൽ കിട്ടി. അപ്പോൾ ഒരുപാട് കമ്മിറ്റുകൾ ഉണ്ടെങ്കിലും ഒരുപാട് സ്ഥലം പോകാണ്ട് നമുക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റുന്ന രീതിയിൽ ഗിറ്റ് ലോഗ് -, 1 ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ലോഗ് ചെയ്യുന്നതിൽ നമുക്ക് കാര്യങ്ങൾ നോക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതല്ലാതെ വേറെ രീതിയിൽ നമുക്ക് കമ്മിറ്റൊക്കെ പുഷ് ചെയ്യാൻ കഴിയും കേട്ടോ. ഇത് ഞാൻ കമാൻഡ് ലൈനിലൂടെ ഫസ്റ്റ് കാണിച്ചു തന്നുള്ളൂ. കമാൻഡ് അല്ലാണ്ട് നമുക്ക് GUI ഉപയോഗിച്ച് ചെയ്യാം. അതുപോലെ തന്നെ നേരിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഗിറ്റിൻ്റെ കമ്മിറ്റ്, ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമ്മളൊരു ഗിറ്റിൽ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തു, ആ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്ത ശേഷം നമ്മളെങ്ങനെ കമാൻഡ് ലൈൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഗിറ്റിൻ്റെ ഫയലിന് നമ്മൾ എങ്ങനെ പുഷ് ചെയ്തു, കമ്മിറ്റ് ചെയ്തു, പുഷ് ചെയ്തു, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ സെക്ഷനിൽ പറഞ്ഞത്. അടുത്തത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് GUI ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഈ ചെയ്ത കാര്യങ്ങൾ അത്രയും GUI ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടുത്തൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. ജസ്റ്റ് നമുക്ക് ഈ ഫയൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നാലും നിങ്ങൾക്ക് വേറൊരു test2 എന്ന് പറഞ്ഞിട്ട് test2.js എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതിൽ GUI ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ ഈ VS കോഡിൽ ഇതിന് വേണ്ടി തന്നെ ഈ ഒരു സെക്ഷൻ ഉണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇതും ഞെക്കിക്കഴിഞ്ഞാൽ നമ്മളിത് ഗിറ്റ് കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എന്താക്കാം, ഇത് പറഞ്ഞു വരുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ ചിലർക്ക് ഇത് നമ്മൾ പുഷ് ചെയ്യുന്ന സമയത്ത് അത് പുഷായിട്ടുണ്ടാവില്ല. അതിനുള്ള ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സിസ്റ്റത്തിൽ ഗിറ്റിൻ്റെ മെയിൽ ഐ ഡിയും
അതുപോലെ തന്നെ നമ്മളുടെ നമ്മളുടെ ഇമെയിൽ എന്താണ്, നമ്മുടെ യൂസർ നെയിം എന്താണ്, ഇത് രണ്ടും ഗിറ്റ് കോൺഫിഗിൽ നമ്മൾ കോൺഫിഗ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് സെറ്റ് ചെയ്യാത്തവർക്ക് ചിലപ്പോൾ എറർ അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗിറ്റ് കോൺഫിഗ്, അത് ഞാൻ മറ്റേ ഫയലിൽ ഇതിൽ കാണിച്ചു തരാം. ഒറ്റ മിനിറ്റ്, ഇതൊന്ന് ക്ലിയർ ചെയ്യട്ടെ. ഗിറ്റ് കോൺഫിഗ് --global യൂസർ ഡോട്ട് ഇമെയിൽ എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താകും, എന്നിട്ട് ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഇമെയിൽ കൊടുക്കുക. ഇനി നെയിമാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഇവിടെ യൂസർ ഇമെയിലും സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നെയിമും സെറ്റ് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ, ഗിറ്റ് -കോൺഫിഗ് നിങ്ങളുടെ എന്താണോ നെയിം, ആ നെയിമും നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങളാണ് പുഷ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഞാനിവിടെ എൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ യൂസർ നെയിം എന്താണോ ഗിറ്റ് ഡോട്ട് നെയിം, അത് കഴിഞ്ഞിട്ട് ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ നെയിം എന്താണ് അത് കൊടുക്കുക, ഇമെയിൽ എന്താണ് ഇമെയിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു എറർ നിങ്ങൾക്ക് അതോടെ സോൾവ് ആവുന്നതാണ്. ഞാനത് പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മളെവിടെ നിന്ന് വന്നത്, അതെ, ഇത് നമ്മൾ പുഷ് ചെയ്യുന്നത് കാര്യം അല്ലേ. അപ്പോൾ ഇത് ജിയോയിൽ നേരെ ഇവിടെ നിന്ന് ഈ ഒരു പ്ലസ് ഐക്കൺ കണ്ടില്ലേ, ഈ പ്ലസ് ഐക്കൺ ഇവിടെ ഞെക്കിക്കഴിഞ്ഞാൽ ഇത് സ്റ്റേജ് ആവും. അതായത് നമ്മളിവിടെ ആഡ് കൊടുത്തില്ലേ, ആഡ് സ്പേസ് ഡോട്ട്, അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേജ് ആവും. ഇവിടെ നിന്ന് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അൺസ്റ്റേജും ചെയ്യാം. സ്റ്റേജ് ചെയ്തു. അപ്പോൾ അവിടെ അൺസ്റ്റേജ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്ത് കാണിച്ചില്ല, ഇവിടെ ജിയോയിൽ കാണാം. കമ്മിറ്റ് ചെയ്യേണ്ട ഒരു സമയത്ത് നമ്മളിവിടെ കമ്മിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ കമ്മിറ്റ് മെസ്സേജ് അടിച്ചു കൊടുക്കുക. ഗിറ്റ് കമ്മിറ്റ് -m എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തില്ലേ, ആ കമ്മിറ്റ് മെസ്സേജ് ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുക. ഇപ്പം മെസ്സേജ് ആയിട്ട് ടെസ്റ്റ് കമ്മിറ്റ് യൂസിങ് GUI, എന്നിട്ട് ഇവിടെ നേരിട്ട് കമ്മിറ്റ് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കമ്മിറ്റ് ചെയ്ത് നേരെ പുഷ് ചെയ്യും. അതിവിടെ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലോക്കലി കമ്മിറ്റ് ആവും. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ കമ്മിറ്റ് ആൻഡ് പുഷ് കൊടുക്കുക. അപ്പോൾ ഈ കമ്മിറ്റ് ആൻഡ് സിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മിറ്റ് ചെയ്തു പുഷ് ചെയ്ത ശേഷം നമ്മുടെ ലോക്കൽ റെപ്പോസിറ്ററിയിൽ അതിന് സിങ്ക് ചെയ്യും കൂടി ചെയ്യും. അപ്പോൾ ഈ മൂന്നെണ്ണം കൂടി ഒരുമിച്ച് ചെയ്യാൻ കമ്മിറ്റ് ആൻഡ് സിങ്ക് കൊടുക്കുന്നതായിരിക്കും നന്നാവുക. അപ്പോൾ കമ്മിറ്റ് ആൻഡ് സിങ്ക് കൊടുക്കുന്നു. കമ്മിറ്റ് ആൻഡ് സിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അതെ, ഈ സാധനങ്ങൾ കംപ്ലീറ്റ് അവിടെ കമ്മിറ്റായി. ഇനി നമ്മളതിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാം, ഇവിടെ വിൻഡോസ് ഷിഫ്റ്റ്-C അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെർമിനൽ ഇവിടെ നിന്ന് തന്നെ ഓപ്പൺ ചെയ്യാൻ കഴിയും. പുറത്ത് ഗിറ്റ് ലോഗ് -1 ലൈൻ അടിച്ചു കൊടുത്തപ്പോൾ കണ്ടില്ലേ 3 കമ്മിറ്റുകളായി. ലാസ്റ്റ് കമ്മിറ്റ് ഇതാണ്, ടെസ്റ്റ് കമ്മിറ്റ് യൂസിങ് GUI. നമുക്ക് ഗിറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ കിട്ടും. ആ എക്സ്റ്റൻഷൻ വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. നമുക്ക് ഈ ഗിറ്റിൻ്റെ കമ്മിറ്റൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഗിറ്റ് ഒരു മിനിറ്റ്, അതെ, ഈ എക്സ്റ്റൻഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഗിറ്റ് ഗ്രാഫ് എന്നുള്ള ഈ എക്സ്റ്റൻഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായിട്ട് നമുക്കത് നമ്മുടെ ഗിറ്റിൻ്റെ ഗ്രാഫൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഡെവലപ്പ് ബ്രാഞ്ചിലാണ് നിൽക്കുന്നത്, ഏത് ബ്രാഞ്ചിലാണ്, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ഗ്രാഫൊക്കെ നല്ല രീതിയിൽ ഇവർ വരച്ച് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ അത് നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്, ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് പറഞ്ഞു തന്നേ ഉള്ളൂ.
അപ്പോൾ ഇത് വേറെ രീതിയിൽ GUI ഉപയോഗിച്ചിട്ട് ഇത് നമ്മളെന്തായി അപ്പോൾ ഡെവലപ്പർ ബ്രാഞ്ചിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളൊന്ന് റീഫ്രഷ് ചെയ്യാത്തതുകൊണ്ടാണ്. ഈ പേജ് ഒന്ന് റീലോഡ് ചെയ്തപ്പോൾ കണ്ടില്ലേ, ആ ടെസ്റ്റ് എന്നുള്ള സെക്കൻഡ് ഫയലും ആഡായി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് യൂസിങ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് യൂസ് ചെയ്തിട്ട് ഞാനിതിനൊന്ന് കമ്മിറ്റ് ചെയ്ത് നോക്കട്ടെ. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആ ഫയൽ, ഒരു മിനിറ്റ്, ആവശ്യമില്ലാത്ത കുറേ ഫയലുകൾ ഓപ്പൺ ആയി കിടക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. ന്യൂ ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് എടുക്കുന്നു. യൂസിങ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. വേണ്ട, ഞാൻ ഈ ഫയലിനെ നേരെ ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്തിട്ട് എല്ലാ ഫയലും കൂടി ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്യണു. ഡ്രാഗ് ചെയ്ത് നേരെ ഇതിൽ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നു എന്ത്, കമ്മിറ്റ് ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ട് കമ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പറയണു. അപ്പോൾ കമ്മിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഈ 4 ഫയലുകളും ഇവിടെ നിന്ന് കമ്മിറ്റ് ചെയ്യുമ്പോൾ എല്ലാം കൂടെ നിങ്ങൾ ഇട്ടോളൂ കേട്ടോ. ഒരു ഫയൽ മാത്രം ഇട്ട് കഴിഞ്ഞാൽ ആ കമ്മിറ്റിൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് റിമൂവ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം എല്ലാ ഫയലും കൂടി ഇടണമായിരിക്കും നന്നാവുക. ആ ഫോൾഡറിലെ എല്ലാ ഫയലുകളും ഒറ്റ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഏത് ഫയൽ മാത്രമാണോ ആ ഫയൽ മാത്രമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഡൗട്ട് ഉണ്ട് അതിൽ, ഞാൻ ഒന്നുകൂടി ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ കമ്മിറ്റ് ചേഞ്ചിൽ ഇനി കമ്മിറ്റ് ഡയറക്ട്ലി ടു ദ ഡെവലപ്പ് ബ്രാഞ്ചിലോട്ട് നേരിട്ട് പുഷ് ചെയ്യാൻ കമ്മിറ്റ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞത്. അതല്ല, നമുക്ക് നേരിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലാതെ ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ബ്രാഞ്ച് മുഖാന്തരം നമുക്ക് ചേഞ്ച് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഞാൻ കമ്മിറ്റ് ചേഞ്ചസ് എന്നുള്ളത് നേരിട്ട് ഡയറക്റ്റായിട്ട് ആ ബ്രാഞ്ചിലോട്ട് തന്നെ ചെയ്യാൻ പോണത്. കമ്മിറ്റ് ചേഞ്ചസ് എന്ന് പറഞ്ഞു കൊടുത്തു. പ്രോസസ്സിങ് യുവർ ഫയലൊക്കെ പ്രോസസ്സായി. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, യൂസിങ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് TXT എന്നുള്ള ഫയലും കൂടെ ഇവിടെ ആഡായി. കണ്ടോ? ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ പുഷ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്കൊരു 3 തരത്തിലുള്ള കമ്മിറ്റ് ചെയ്യണത് എങ്ങനെയാണ്, പുഷ് ചെയ്യണത് എങ്ങനെയാണെന്ന് ചെയ്തു തന്നു. ആദ്യമായിട്ട് നമ്മളെപ്പോഴും ഈ എന്താ പറയുക, ഈ കമാൻഡ് ലൈൻ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ടെക്കീസിനൊക്കെ നന്നാവുക. അതായത് ഈ പ്രോഗ്രാമിംഗ് ചെയ്യുന്നവർക്കൊക്കെ നന്നാവുക. അതല്ല, ഒരുപാട് പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുന്ന വേറെ ആൾക്കാരുണ്ട്, അവർക്ക് പ്രോഗ്രാമിംഗ് സൈഡ് അവർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. ജസ്റ്റ് ഈ പ്രൊജക്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് അതിനൊന്ന് കാണിച്ചാൽ മതി എന്നും ഉള്ള ആൾക്കാരുണ്ടാവും. അത്തരത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഒക്കെ ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഈ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ദയവായിട്ട് ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ.